ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് തന്നെ മടങ്ങാം. കാരുണ്യവാരിധിയായ പരാശക്തിയെ എന്ന പോലെ അത്യുജ്വലകാന്തി എഴുന്ന സീതാദേവി യാചനാഭാവം മാറ്റി അല്പം ഗൗരവത്തിൽ ഉപദേശിക്കുവാൻ തുടങ്ങി. ഹേ രാക്ഷസേശ്വര, നീ നിന്റെ നിലനിൽപ്പിനെ പറ്റി അല്പമെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സ്ഥാനം ഈ ലോകത്തിൽ വേണമെന്ന് വിചാരമുണ്ടെങ്കിൽ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രനെ മിത്രമായി സ്വീകരിക്കൂ. അതാണ് യുക്തമായിട്ടുള്ളത്. തന്നെ ആശ്രയിക്കുന്ന അപരാധിയെ പോലും രക്ഷിക്കുന്ന ശരണാഗത വത്സലനാണ് ധർമ്മസ്വരൂപിയായ അവിടുന്ന്. ദയാസമുദ്രമാണ് ശ്രീരാമനെന്നുള്ളത് ലോകപ്രസിദ്ധമായതിനാൽ അഭയം പ്രാപിക്കുന്ന നിന്നെ കൂടി ഉപേക്ഷിക്കുകയില്ല. കുറച്ചുകാലം കൂടി സുഖഭോഗങ്ങൾ അനുഭവിച്ച് ജീവിക്കണമെന്ന് നിനക്ക് ആശയുണ്ടെങ്കിൽ ലക്ഷ്മണാഗ്രജനെ സഖാവായി സ്വീകരിക്കൂ. രാവണ, വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഞാൻ പറയുന്നു, അതിവിനീതനായി സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ അവിടുത്തേക്ക് സമർപ്പിക്കുകയാണ് നിനക്ക് നല്ലത്. ഈ ഒരൊറ്റ മാർഗമേ നിനക്ക് സ്വസ്തി നൽകാനുള്ളൂ. മറ്റുള്ള ഏതൊന്നും വിനാശത്തിനു മാത്രം. ദേവേന്ദ്രൻ കോപിച്ചെറിഞ്ഞ വജ്രത്തെ തടുക്കുവാൻ ഒരുപക്ഷെ നിനക്ക് സാധിച്ചേക്കും. ക്രുദ്ധനായ അന്തകന്റെ അസ്ത്രത്തെയും നീ എതിരിട്ടേക്കും. എന്നാൽ ലോകനാഥനായ ശ്രീരാമചന്ദ്രൻ കോപിച്ചാൽ, ബാണമയച്ചാൽ അത് നിന്നെപ്പോലെയുള്ളവരെ ഉപേക്ഷിക്കുകയില്ല. നിനക്ക് മരണം തീർച്ചയാണെന്ന് മനസ്സിലാക്കൂ. വാനോർ നായകൻ എറിയുന്ന വജ്രായുധത്തിൻ്റെ മഹത്തായ ശബ്ദമെന്ന പോലെ ശ്രീരാമചന്ദ്ര കോദണ്ഡത്തിൽ നിന്നുയരുന്ന മഹാനാദം അടുത്ത സന്ദർഭത്തിൽ നീ കേൾക്കും. ശ്രീരാമലക്ഷ്മണന്മാരുടെ നാമാങ്കിതങ്ങളായ ശരങ്ങൾ കാകോള വിഷമുള്ള ക്രുദ്ധ സർപ്പങ്ങൾ പോലെ ചീറ്റിക്കൊണ്ട് ലങ്കാരാജ്യത്തിൽ പതിക്കും. രാക്ഷസന്മാർ മുഴുവൻ നശിക്കും. ഈ ലങ്കാരാജ്യം അല്പമെങ്കിലും കാണാത്ത മട്ടിൽ കഴുകന്മാർ നിറയും. മഹാപ്രഭുവായ ശ്രീരാമൻ എന്ന ഗരുഡൻ രാക്ഷസന്മാരാകുന്ന നാഗങ്ങളെ റാഞ്ചിയെടുക്കുന്നത് അചിരേണ നിനക്ക് കാണുവാൻ സാധിക്കും. ലങ്കേശ്വര, അസുരന്മാരുടെ അധീനത്തിൽ നിന്ന് സ്ത്രീയെ വിരൂപിയായ മഹാവിഷ്ണു 3 അടി അളന്ന് മോചിപ്പിച്ചതുപോലെ നിന്റെ ബന്ധനത്തിൽ നിന്ന് എന്നെ ശത്രുഹന്താവായ ഭർത്താവ് വീണ്ടെടുക്കും. ഹേ രാക്ഷസ രാജാവേ, ജനസ്ഥാനത്ത് വെച്ച് നിന്റെ അസുരപട 14,000 അമേയ ശക്തരും പരാക്രമികളും ആണല്ലോ അവർ. ഏകനായി ദശരഥനന്ദനൻ നിഗ്രഹിച്ച് ഹതസ്ഥനാക്കിയപ്പോൾ നേരിട്ട് വന്ന് പകരം ചോദിക്കുവാൻ നിനക്ക് സാധിച്ചില്ല. അത്രമാത്രം ഭീരുവാണ് നീ. പുരുഷസിംഹങ്ങളാണ് ശ്രീരാമലക്ഷ്മണന്മാരെന്ന് അറിഞ്ഞപ്പോൾ അവർ ആശ്രമത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും കാത്തുനിന്നു. അധമനായ നിനക്ക് ഉചിതമായ കൃത്യം ചെയ്യുവാൻ ഒരുങ്ങി. അവർ രണ്ടുപേരുമില്ലാതെ ശൂന്യമായ പർണശാലയിൽ നിന്ന് ഒരു പുരുഷന് അനുചിതമായ കാര്യം എന്നെ അപഹരിക്കുക എന്ന നീചകൃത്യം നീ ചെയ്തു. നരിയുടെ ഗന്ധമറിഞ്ഞാൽ ശ്വാവ് അടുത്തു നിൽക്കാത്തതുപോലെ പുരുഷവ്യാഘ്രരായ രാമലക്ഷ്മണന്മാരുടെ സമീപം അടുക്കുവാൻ നിനക്ക് സാധിക്കുമോ? അവരില്ലാത്ത തക്കം നോക്കുവാൻ അതല്ലേ കാരണം. ദുർബലന്മാർ ചോരവൃത്തിയെ സ്വീകരിക്കുന്നു. ശ്രീരാമലക്ഷ്മണന്മാരോട് എതിരിടുവാൻ നിനക്ക് സാധിക്കുക എന്ന കാര്യം വൃതാസുരൻ ഒരു കൈകൊണ്ട് ദേവേന്ദ്രൻ്റെ 2 ബാഹുക്കളെയും പൊരുതി ജയിക്കുക എന്നതുപോലെ അസംഭ്യമാണെന്ന് മനസ്സിലാക്കൂ. എൻ്റെ പ്രാണനാഥനായ ദാശരഥി അനുജൻ സൗമിത്രി ഒന്നിച്ച് ഇവിടെ വന്ന് അമോഘ ബാണങ്ങളാൽ നിന്റെ പ്രാണനെ ആദിത്യൻ്റെ ഉഗ്ര കിരണങ്ങൾ അല്പം ജലത്തെ എന്ന പോലെ വലിച്ചെടുക്കും. കുബേരവാസസ്ഥാനമായ ഗന്ധമാദന പർവ്വതത്തെയോ അതിന്മേലെയുള്ള ഏതെങ്കിലും ലോകത്തെയോ വരുണദേവന്റെ സദസ്സിനെയോ അതിലും താഴെയുള്ള മറ്റേതെങ്കിലും രഹസങ്കേതത്തെയോ നീ പ്രാപിച്ചാലും രാമബാണത്തിൽ നിന്നും രക്ഷ കിട്ടുകയില്ല. അതികഠിനമായ ഇത്തരം വാക്കുകൾ കേട്ട നക്തഞ്ചുരേന്ദ്രൻ പ്രിയദർശനയായ സീതാദേവിയോട് അപ്രിയമാങ്ങളായ മറുപടിയാണ് തുടർന്നത്. സീതേ, സ്വാന്തന വാക്കുകൾ പറയുന്ന ഒരു പുരുഷനെ ഏതൊരു സ്ത്രീയും ഏറ്റവും ഇഷ്ടപ്പെടും. പ്രിയമോതുന്ന ഒരുവനെ അത്രമാത്രം അപമാനിക്കുകയാണ് അവൾ ചെയ്യുക. വിരണ്ടോടുന്ന കുതിരകളെ സമർത്ഥനായൊരു സാരഥി നിയന്ത്രിച്ച് നിർത്തുന്നതുപോലെ എൻ്റെ ക്രോധത്തെ ദേവിയിലുള്ള സ്നേഹം ഒതുക്കി നിർത്തുകയാണ്. ഏതൊരുവന് പ്രതികൂല പ്രേമം ഒരാളിൽ ഉണ്ടാകുന്നുവോ അവനിൽ സ്നേഹവും ദയയും വർദ്ധിക്കുക പതിവാണ്. സീതേ,
നീ എൻ്റെ സ്നേഹത്തെ തള്ളിക്കളഞ്ഞാലും നിന്നിലിപ്പോൾ പ്രതികാരം ചെയ്യുവാൻ ഞാൻ അശക്തനാണ്. അതുകൊണ്ട് മാത്രം ആ കള്ളസന്യാസിയായ രാമനെ സ്നേഹിക്കുന്നവളും അപമാനാർഹയും വധാർഹയുമായ നിന്നെ ഞാനിപ്പോൾ നിഗ്രഹിക്കുന്നില്ല. വൈദേഹി, നീ എന്നോട് പറഞ്ഞ ഓരോ പരുഷവാക്യത്തിനും ക്രൂരരൂപത്തിൽ നിന്നെ വധിക്കുകയാണ് വേണ്ടത്. അത് ഒരിക്കലും അയുക്തമായെന്ന് വരികയില്ല. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.